നിങ്ങൾ +1 അക്കൗണ്ടൻസിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഷീറ്റും ടാലിയാക്കി വന്നപ്പോഴാണ് +2 നാണ്ട് വേറൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടത്. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് ഈ ഒരു അക്കൗണ്ട്? എന്തിനാണ് ഈ ഒരു അക്കൗണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, ഒരു ഫേമിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് അക്കൗണ്ടിങ് ആസ്പെക്ട് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഒരു എക്സാമ്പിൾ പറയാം, ഒരു കഥ പറയാം. വളരെയേറെ സുഹൃത്തുക്കളായിരുന്നു, സ്നേഹബന്ധമുള്ള സുഹൃത്തുക്കളും കൊളീഗ്സുമായിരുന്നു നമ്മുടെ അനസ്യ മിസ്സും ബ്രിജ മിസ്സും. ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ സൗഹൃദം വളർന്ന് അവർ തീരുമാനിച്ചു അവർ ഒരു ബിസിനസ് ചെയ്യാമെന്ന്. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ബിസിനസ് അവർ ചെയ്യാൻ തീരുമാനിച്ചു. അനസ്യ ബ്രിജിത ഷവർമ ഷോപ്പ്. അവരൊരു ഷവർമ കടയാണ് ഈ അനസ്യ മിസ്സും ബ്രിജിത മിസ്സും ചേർന്ന് കൊച്ചി നഗരത്തിൽ തുടങ്ങിയത്. കൊച്ചിയിൽ നല്ല വെറൈറ്റീസ് ഓഫ് ഷവർമ കിട്ടുന്ന ഒരു ഷോപ്പ് ഇവർ രണ്ടുപേരും ചേർന്ന് തുടങ്ങുന്നു. ഓക്കെ, ഈ ആളുകൾക്കെല്ലാം വളരെ ഇഷ്ടമായി ഇവരുടെ ഒരു ഷവർമ. അങ്ങനെ വളരെ ഫേമസ് ആയി. ഈ ഒരു ബിസിനസ് ആദ്യത്തെ വർഷം 1,00,000 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. ഇവരുടെ ഒരു ബിസിനസ്സിൽ 1 ലക്ഷം രൂപ പ്രോഫിറ്റ്, 1 ലക്ഷത്തിൽ കൂടിയല്ലോ. ഓക്കെ, ഇതിപ്പം 1 കോടിയായി. 1 ലക്ഷം രൂപ ഇവര് പ്രോഫിറ്റ് ഈ ബിസിനസ്സിലേക്ക് ജനറേറ്റ് ചെയ്തു. ഇനി വരുന്ന പ്രശ്നമാണ്, വളരെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണേ, ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ്, ഈ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് എങ്ങനെ വീതിക്കും? നോർമലി നമുക്ക് പറയാം രണ്ടുപേർക്കും ഈക്വലി വീതിച്ചു കൊടുക്കാം. അനസ്യ മിസ്സിനും ബ്രിജിത മിസ്സിനും ഈക്വലി വീതിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെ പറ്റില്ല. എല്ലാ പാർട്ട്ണർഷിപ്പിലും അങ്ങനെ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അനസ്യ മിസ് ഈ ബിസിനസ്സിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രിജിത മിസ് എപ്പോഴും ഈ റെസ്റ്റോറൻറ്റിലോ ഷവർമ ഷോപ്പിലൊന്നും വരില്ല. എന്നും എല്ലാ ദിവസവും വന്ന് എപ്പോഴും കട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ ഈ ബിസിനസ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അനസ്യ മിസ്സാണ്. അപ്പൊ മിസ്സിന് ഈ ബിസിനസ്സിൽ നിന്ന് സാലറിയോ കമ്മീഷനോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ബ്രിജിത മിസ്സിന്റെ രീതിയിൽ നോക്കിയാൽ ബ്രിജിത മിസ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഈ ബിസിനസ് തുടങ്ങാൻ 10 ലക്ഷം രൂപ വേണമെങ്കിൽ 6 ലക്ഷം രൂപയും ബ്രിജിത മിസ്സാണ് കൊണ്ടുവന്നത്. അനസ്യ മിസ് ആട്ടെ 4 ലക്ഷം രൂപയെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈക്വലി വീതിക്കുക എന്നൊരു കേസ് ഇവിടെ ഇല്ല. അപ്പോൾ ഈക്വലി നമുക്ക് പ്രോഫിറ്റ് വീതിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അതായത് പ്രോഫിറ്റ് ഈക്വലി പാർട്ട്നേഴ്സിന് വീതിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നു. അതായത് പാർട്ട്നേഴ്സിന് ഒരു ബിസിനസ്സിൽ നിന്ന് വേറെ കുറേ കാര്യങ്ങൾ കിട്ടുന്നു. എന്തിനായിരിക്കും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് അല്ലാതെ തന്നെ ഒരു ബിസിനസ്സിൽ നിന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റോ, അവരുടെ ഹാർഡ് വർക്കിന് ബിസിനസ്സിൽ നിന്ന് സാലറിയോ, നമ്മുടെ അനസ്യ മിസ് ഹാർഡ് വർക്ക് ചെയ്തില്ലേ, അനസ്യ മിസ്സിന് സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനോ, അതല്ലെങ്കിൽ അത് കൂടാതെ എന്താണ് നമ്മൾ പറഞ്ഞ പ്രോഫിറ്റിന്റെ ഷെയറും കിട്ടുന്നു. ഒരു പാർട്ട്ണർക്ക് ഇതൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. അതായത് ഈ ഒരു ബിസിനസ്സിൽ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താണ് ആ ബിസിനസ്സിലെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റർ ആണ്, അത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മളിപ്പം പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 1 ലക്ഷം രൂപയാണ്. ഇതാണ് അനസ്യ മിസ്സിനും ബ്രിജിത മിസ്സിനും വീതിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് പ്രോഫിറ്റ് വീതിക്കുന്നത്, ഒരു പാർട്ട്നേഴ്സിന് എങ്ങനെ പ്രോഫിറ്റ് വീതിക്കണം എന്നത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ടു ഷോ ഹൗ ദ പ്രോഫിറ്റ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. വൈ? പാർട്ട്നേഴ്സിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ഒരു ബിസിനസ്സിലെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നത്, പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നതൊക്കെ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് എന്ന പേരിൽ വീതിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിനുണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് അല്ലാതെ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ ഒന്നും കൊടുക്കില്ല. ഒരു ബിസിനസ്സിന് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ബാലൻസ് വരുന്നതാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരുടെ വീതിച്ചു കൊടുക്കുന്നത്, ഈ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് എന്ന് പറയുന്ന കേസിൽ വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്താനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് എന്ത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ബ്രിജിത മിസ്സിനും അനസ്യ മിസ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നു. ഒരു 10,000 രൂപ വെച്ച് 2 പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നു. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10,000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ അനസ്യ മിസ്സിന് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് ഒരു 20,000 രൂപ സാലറിയും കിട്ടുന്നു. 10,000 രൂപ വെച്ച് 2 പേർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അനസ്യ മിസ്സിന് ഒരു 20,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടുന്നു, സാലറിയും കിട്ടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണ്? ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് നെറ്റ് പ്രോഫിറ്റ് 1 lakh 1 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് അനസ്യ മിസ്സിന് നമ്മൾ സാലറി കൊടുക്കുന്നു. 20,000 രൂപ സാലറി കൊടുക്കുന്നു. ഓക്കെ, അനസ്യ മിസ്സിനാണ്. ബാക്കി എത്ര ഉണ്ട് പ്രോഫിറ്റ്? 80,000 രൂപ ബാലൻസ് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നു. 2 പേർക്കും 10,000 ചേർത്ത് 20,000 രൂപ കൊടുക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? 60,000 രൂപ. ഈ 60,000 രൂപയാണ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. അനസ്യ മിസ്സിനും ബ്രിജിത മിസ്സിനും ഈ പ്രോഫിറ്റിന്റെ ഷെയർ ആണ് കിട്ടുന്നത്, അല്ലാതെ 1 ലക്ഷത്തിന്റെ ഷെയർ അല്ല കിട്ടുന്നത്. അത് ഈക്വലി ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടെങ്കിലും ഈ 60,000 രൂപയാണ് ആ റേഷ്യോയിലോ അല്ലെങ്കിൽ ഈക്വലിയോ വീതിക്കുന്നത്, അല്ലാതെ 1 lakh അല്ല. അപ്പോൾ അനസ്യ മിസ്സിന് 50 ഈക്വലി ആണെങ്കിൽ അനസ്യ മിസ്സിന് 50,000 ബ്രിജിത മിസ്സിന് 50,000 കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് 60,000 ഈക്വലി, അതായത് 30,000 രൂപ വെച്ച് കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കിട്ടും. അപ്പം നെറ്റ് പ്രോഫിറ്റ് അല്ല പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് വല്ല ഉണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് സാലറിയോ പാർട്ട്നേഴ്സിന് കമ്മീഷനോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കൊടുത്ത ശേഷമുള്ള പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന് വീതിക്കുന്നത്. ഇനി പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു, ആ വിഡ്രോ ചെയ്തതിന് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങും, അതുകൂടി ഈ പ്രോഫിറ്റിനൂടെ ചേർക്കും. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ടിന്റെ കൂട്ടും. ഫോർ എക്സാമ്പിൾ ഒരു 5,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 65,000 രൂപയാണ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഉണ്ട്. ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ, ഓക്കെ, ഈ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെ, പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി. ഓക്കെ, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ. ഇതൊക്കെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഇനി ഓക്കെ, ഡെബിറ്റ് സൈഡ് എന്താ? ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് വരുന്ന, പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലും പ്രോഫിറ്റിലേക്ക് വരുന്നതൊക്കെ എന്താണ്? ക്രെഡിറ്റ് സൈഡിലും വരുന്നു. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് വന്ന നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എമൗണ്ട് അല്ലെ, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞ 1 lakh ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തതിന് അവർ തരുന്ന ഇൻട്രസ്റ്റും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ, അപ്പം ഒരു ബിസിനസിന്റെ പ്രോഫിറ്റിലേക്ക് വരുന്നത്, അതായത് ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റും കൂടാതെ ബിസിനസിന്റെ പ്രോഫിറ്റിലേക്ക് വേറെ ഐറ്റോട് വരുന്നു പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ്. ഇനി ഈ ബിസിനസിന്റെ പ്രോഫിറ്റിൽ നിന്ന് പോകുന്നത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബാക്കി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വരും, ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് വരും. അതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയോ അല്ലെങ്കിൽ ഈക്വലിയോ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകം ഐറ്റംസും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു? ഒരു ബിസിനസ്സിലുണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഒരു പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും സാലറി കൊടുക്കുന്നതും കമ്മീഷൻ കൊടുക്കുന്നതും ബാക്കിയുള്ളതാണ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് വീതിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ കാണിച്ച് ബാക്കിയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പി ആൻഡ് എൽ അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, അല്ലേ? ഹൗ മച്ച് പ്രോഫിറ്റ് എ ബിസിനസ് ഏൺഡ്, ഇത് കണ്ടുപിടിക്കാനാണ്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നതോ ഈ പ്രോഫിറ്റ് ആർക്ക് കിട്ടും അല്ലെങ്കിൽ എത്രമാത്രം കിട്ടും എന്ന് കണ്ടുപിടിക്കാനാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇനി മാറിപ്പോകരുത്, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിക്കിൻ്റെത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.